ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ വർഷം റിലീസായതിൽ വെച്ച് ഏറ്റവും വ്യത്യസ്തമായ സ്പാ എന്ന മൂവിയാണ്. കഥ മുഴുവൻ നടക്കുന്നത് നഗരത്തിന്റെ ഒരു കോണിലുള്ള ലാ പാരഡൈസ് എന്ന ഹൈഫൈ മസാജ് പാർലറിലാണ്. പുറം ലോകത്തെ തിരക്കുകളിൽ നിന്നും ബഹളങ്ങളിൽ നിന്നും മാറി തികച്ചും ശാന്തമായ ഒരു അന്തരീക്ഷം. എന്നാൽ ഈ സ്പായ്ക്കുള്ളിൽ നടക്കുന്ന കാര്യങ്ങളെ പുറം ലോകം കാണുന്നത് മറ്റൊരു കണ്ണിലൂടെയാണ്. സിനിമ തുടങ്ങുന്നത് ഒരു തടിമില്ലിൽ വെച്ചാണ്. അവിടെ മാത്തൻ എന്നൊരാൾ പണിയെടുക്കുന്നുണ്ട്. അയാളുടെ അനിയൻ അയാളെ കാണാൻ അവിടെ എത്തുന്നു. അനിയൻ ഒരു പെണ്ണു കാണാൻ പോകാനൊരുങ്ങുമ്പോൾ മാത്തൻ പെണ്ണിന് പല കുറ്റങ്ങളും പറഞ്ഞ് അനിയനെ അതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ ഏട്ടന്റെ പോലെ പെണ്ണു കെട്ടാതെ ഞാനും മുരടിച്ചു പോകുമെന്ന് പറഞ്ഞ് അനിയൻ മാത്തനെ ചീത്ത വിളിക്കുമ്പോൾ നമുക്ക് ജീവിക്കാൻ ഒരു പെണ്ണിന്റെ ആവശ്യം എന്താ എന്നൊക്കെ പറഞ്ഞ് അനിയനെ ഉപദേശിക്കുന്നു. ഇത് കേട്ട അനിയൻ ചേട്ടൻ നാളെ എന്റെ കൂടെ ഒരു സ്ഥലം വരെ വരണം എന്ന് പറയുന്നു. പിന്നീട് കാണിക്കുന്നത് ടൗണിലെ ഒരു ലേഡീസ് ഫാൻസി ഷോപ്പാണ്. അവിടെ ഒരാൾ വന്നിട്ട് ഒരു കൊലുസ് ചോദിക്കുന്നു. പിന്നെ ഒരു സാരിയും മേടിക്കുന്നു. അടുത്തതായി കാണിക്കുന്നത് ഒരു മോഡൽ അവരുടെ ഫോട്ടോഷൂട്ട് നടത്തുന്നതാണ്. അതിന്റെ തൊട്ടടുത്തുള്ള ഹോട്ടലിൽ രാകേഷും ഫാമിലിയും ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് ആ ഫോട്ടോ കണ്ട് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഇവൾ എന്തിനാ ഇത്ര വൾഗർ ഡ്രസ് ഇടുന്നേ, ഇത് കാണാനും ഫോളോ ചെയ്യാനും കുറെ ആണുങ്ങളും കാണുമെന്ന് പറയുമ്പോൾ രാകേഷ് പറയുന്നുണ്ട്, നീ എല്ലാ ആണുങ്ങളെയും ഒരുപോലെ കാണരുതെന്ന് പറയുന്നു. നിങ്ങൾക്ക് വീടും ഓഫീസും അല്ലാതെ മറ്റൊന്നുമില്ലെന്ന് എനിക്കറിയാം എന്ന് വൈഫ് പറയുന്നു. ഇനി നമ്മൾ പോകുന്നത് ഈ സിനിമയുടെ പ്രധാന പശ്ചാത്തലമായ ലാ പാരഡൈസ് എന്ന ലക്ഷറി മസാജ് പാർലറിലേക്കാണ്. പുറത്ത് വലിയ ബോർഡുകളൊന്നുമില്ലാത്ത എന്നാൽ ഉള്ളിൽ അതീവ ശാന്തവും മനോഹരവുമായ ഇന്റീരിയർ ഡിസൈനുള്ള ഒരു സ്ഥലം. തെറാപ്പിസ്റ്റുകൾ ഓരോരുത്തരായി വരുന്നു. അവരെല്ലാവരും രാവിലെ റെഡിയായി കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഫസ്റ്റ് കസ്റ്റമർ അവിടെ എത്തി. അകത്തേക്ക് വരുന്നത് വളരെ വിചിത്രനായ ഒരു മനുഷ്യനാണ്. അയാൾ മുഖം പൂർണ്ണമായി മറക്കുന്ന മാസ്കും വലിയ കറുത്ത കണ്ണടയും ധരിച്ചിട്ടുണ്ട്. ആരും തന്നെ തിരിച്ചറിയരുത് എന്ന വാശിയിലാണ് അയാൾ. റിസപ്ഷനിസ്റ്റ് അയാൾക്ക് എല്ലാ തെറാപ്പിസ്റ്റുകളെയും ഇൻട്രൊഡ്യൂസ് ചെയ്തു. അവരിൽ നിന്നും ഒരാളെ കസ്റ്റമർക്ക് തിരഞ്ഞെടുക്കാം. അയാൾ തെറാപ്പിസ്റ്റുകളിൽ നിന്നും സാറയെ തിരഞ്ഞെടുത്ത് റൂമിലേക്ക് പോകുന്നു. റൂമിലെത്തിയ ഉടൻ അയാൾ തന്റെ ബാഗിൽ നിന്നും ഒരു മൊബൈൽ എടുത്ത് റൂമിന്റെ എല്ലാ കോണുകളിലേക്കും തിരിക്കുന്നു. സാറ, നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ മാസ്ക് ധരിച്ച ആൾ പറയുന്നു, ഇതൊരു ആപ്പാണ്. റൂമിൽ എവിടെയെങ്കിലും ഒളി ക്യാമറ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ. ഞാനൊരു വലിയ സെലിബ്രിറ്റിയാണ്. എന്റെ വിവരങ്ങൾ പുറത്തു പോയാൽ എന്റെ കരിയർ തീരും. മസാജ് തുടങ്ങുന്നതിന് മുമ്പ് സാറ അയാളോട് മാസ്ക് മാറ്റാൻ ആവശ്യപ്പെട്ടു. ഇവിടെ പല സെലിബ്രിറ്റീസ് വരാറുണ്ട്, പക്ഷേ ഞങ്ങൾ ഇതൊന്നും പുറത്തു പറയില്ല. അത് ഞങ്ങളുടെ പ്രോട്ടോകോൾ ആണെന്ന് പറയുന്നു. അങ്ങനെ സാറ അയാൾക്ക് മസാജ് ചെയ്തു കൊടുക്കാൻ തുടങ്ങി. അതിനിടയിൽ അവിടെ മറ്റൊരാൾ സ്പായിലേക്ക് വന്നു. ജോൺസൺ എന്ന കസ്റ്റമറാണ്. പണക്കൊഴുപ്പും അഹങ്കാരവും മുഖത്തുള്ള ഒരാൾ. അയാൾ റിസപ്ഷനിൽ വന്ന് പണം എറിഞ്ഞു കൊടുത്തിട്ട് ചോദിക്കുന്നു, എനിക്കിവിടെ ഹാപ്പി എൻഡിങ് വേണം, ബോഡി ടു ബോഡി മസാജ് വേണം, പണി അറിയാവുന്ന ആരെങ്കിലും വിടണമെന്ന് പറഞ്ഞു. അയാൾക്കായി ബെറ്റി എന്ന തെറാപ്പിസ്റ്റാണ് റൂമിലേക്ക് ചെല്ലുന്നത്. മസാജ് തുടങ്ങുന്നതിന് മുൻപ് തന്നെ തന്റെ യഥാർത്ഥ സ്വഭാവം പുറത്തെടുത്തു. അയാൾ ബെറ്റിയോട് വളരെ മോശമായി പെരുമാറാനും അവളെ ബലമായി കെട്ടിപ്പിടിക്കാനും ശ്രമിച്ചു. ബെറ്റി പെട്ടെന്ന് അയാളെ തള്ളി മാറ്റി. തനിക്കെന്താ ഭ്രാന്താണോ, മര്യാദക്ക് കിടക്ക്, ഇത് പ്രൊഫഷണൽ സ്പായാണ് എന്ന് പറയുന്നു. എന്നാൽ അയാൾ 3000 രൂപ തന്നിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. നീയൊക്കെ എന്തിനാണ് ഇവിടെ ഇരിക്കുന്നത് എന്ന് എനിക്ക് നന്നായി അറിയാം. കൂടുതൽ മാന്യത കളിക്കണ്ട എന്നൊക്കെ പറഞ്ഞു ബെറ്റി ദേഷ്യത്തോടെ റൂമിൽ നിന്നും ഇറങ്ങിപ്പോയി. റിസപ്ഷനിൽ പരാതിപ്പെടുന്നു. കാര്യം മനസ്സിലാക്കിയ മാനേജർ ജോൺസണോട് ഇറങ്ങിപ്പോകാൻ പറയുന്നു. എന്നാൽ താൻ കൊടുത്ത പണം തിരികെ കിട്ടാതെ പോകില്ലെന്ന് പറഞ്ഞ് ജോൺസൺ അവിടെ വലിയ ബഹളമുണ്ടാക്കുന്നു. സ്പായിലെ ജീവനക്കാരെ ചീത്ത വിളിക്കുന്നു. അപ്പോഴാണ് സ്പായുടെ ബാക്ക് റൂമിൽ നിന്നും 2 ഭീമന്മാർ ഇറങ്ങി വരുന്നത്. അവർ വേറെ ആരുമല്ല, സ്പായുടെ ബൗൺസർമാരും പ്രൊഫഷണൽ ഗുണ്ടകളുമായ മാർട്ടിനും ജോസുമായിരുന്നു. അവർ ജോൺസനെ കോളറിൽ തൂക്കിപ്പിടിച്ച് പുറത്തേക്ക് കൊണ്ടുപോയി. വീണ്ടും സാറ ആ മാസ്ക് ഇടയാൾക്ക് മസാജ് ചെയ്തു കൊടുക്കുന്ന കാണിക്കുന്നു. അവൾ ആ മാസ്ക് അഴിക്കാൻ പറയുന്നുണ്ട്. എന്നാൽ അതഴിച്ചാൽ ഞാൻ ആരാണെന്നറിഞ്ഞാൽ നിങ്ങൾ ഞെട്ടുമെന്ന് അയാൾ പറയുന്നു. അങ്ങനെ അയാൾ മാസ്ക് മാറ്റി. പക്ഷേ സാറയ്ക്ക് ആളെ മനസ്സിലായില്ല. അത് കേട്ട അയാൾ ആകെ നിരാശനായി. താൻ വലിയൊരു സെലിബ്രിറ്റിയാണെന്ന് അഹങ്കരിച്ച അയാളുടെ ആത്മവിശ്വാസം അതോടെ തകരുന്നു. ഒരു സാധാരണ പെൺകുട്ടി പോലും തന്നെ അറിയില്ല എന്ന സത്യം അയാളെ മാനസികമായി തളർത്തുന്നു. എന്നാൽ ആ വിഷമം മാറ്റാൻ ഹാപ്പി എൻഡിങ് തരുമോ എന്ന് അയാൾ ചോദിച്ചു. അതിന് എക്സ്ട്രാ ചാർജ് വേണമെന്ന് സാറ പറഞ്ഞു. അയാൾ സമ്മതിച്ചു. അവൾ അത് ചെയ്തു കൊടുക്കുമ്പോഴും അയാൾ അയാളുടെ ഫിലിമിനെ കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. അതിനിടയിൽ റിസപ്ഷനിലേക്ക് ഒരു കോൾ വന്നു. അവിടെ മസാജ് ചെയ്യാൻ ഏജ് ലിമിറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു ഒരു പയ്യൻ. എന്നാൽ 18 വയസ്സ് തികയാത്തവർക്ക് ഇവിടെ സർവീസ് ഇല്ലെന്ന് റിസപ്ഷനിസ്റ്റ് പറഞ്ഞു. അത് കേട്ട പയ്യൻ, ഇതെന്താ അവിടെ ഇല്ലീഗലായി എന്തെങ്കിലും നടക്കുന്നുണ്ടോ, 18+ മാത്രമേ പറ്റുള്ളൂ എന്നെന്താ എന്നൊക്കെ ചോദിച്ച് ചൂടായി. റിസപ്ഷനിസ്റ്റ് വേഗം കോൾ കട്ട് ചെയ്തു. അടുത്തതായി വരുന്നത് നമ്മൾ തുടക്കത്തിൽ ലേഡീസ് ഫാൻസി ഷോപ്പിൽ കണ്ട സുഗുണനാണ്. അയാൾ തന്റെ ബാഗുമായി ബെറ്റിയുടെ റൂമിലേക്ക് വരുന്നു. അയാളുടെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. ഭാര്യ മരിച്ചുപോയി. അവൾക്ക് ഈ സാരിയും കൊലുസും വളകളും ഒക്കെ വലിയ ഇഷ്ടമായിരുന്നു.
അവളുടെ ഓർമ്മകളിൽ ഞാൻ ഭ്രാന്തായി ജീവിക്കുകയാണ്. നീ ദയവ് ചെയ്ത് ഞാൻ ഈ കൊണ്ടുവന്ന സാരിയും കൊലുസും ഇട്ട് എനിക്ക് മസാജ് ചെയ്ത് തരുമോ? എനിക്ക് എൻ്റെ ഭാര്യയെ വീണ്ടും കാണണം. അയാളുടെ കണ്ണീര് കണ്ട് മനസ്സലിഞ്ഞ ബെറ്റി ആ സാരിയും കൊലുസും ധരിച്ചു വന്ന് അയാൾക്ക് മസാജ് ചെയ്യാൻ തുടങ്ങുന്നു. അയാൾ വളരെ വികാരാധീനനായി അത് ആസ്വദിക്കുന്നു. അടുത്ത കസ്റ്റമർ പെരേരയാണ്. റിസപ്ഷനിസ്റ്റ് അയാളോട് തെറാപ്പിസ്റ്റുകളെ ഇൻട്രൊഡ്യൂസ് ചെയ്യട്ടെ എന്ന് ചോദിച്ചു. പെൺകുട്ടികളെ വരിയായി മുന്നിൽ നിർത്തി അതിൽ നിന്നൊരാളെ തിരഞ്ഞെടുക്കുന്നത് തെറ്റാണെന്ന് അയാൾ പറഞ്ഞു. അങ്ങനെ അയാളുടെ മുറിയിലേക്ക് ധന്യയെ വിടുന്നു. ധന്യയോടെ അയാൾ ഹാപ്പി എൻഡിങ് ചോദിച്ചു. അവൾ 5000 വേണമെന്ന് പറഞ്ഞപ്പോൾ അയാൾ 10,000 രൂപ തരാമെന്ന് പറഞ്ഞു. പെട്ടെന്നാണ് റൂമിൽ വാതിൽ ശക്തിയായി തുറക്കപ്പെടുന്നത്. അകത്തേക്ക് വരുന്നത് പെരേരയുടെ ഭാര്യ കാത്തറിൻ. പച്ചക്കറി വാങ്ങാൻ എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങിയ ഭർത്താവ് സ്പായിൽ വന്നിരിക്കുകയാണെന്ന് മനസ്സിലാക്കി അവൾ കൈയോടെ പിടികൂടാൻ വന്നതാണ്. അവൾ അയാളെ അവിടെ വെച്ച് കുറെ ചീത്ത വിളിച്ചു. പെരേര പറഞ്ഞു, അയ്യോ കാത്തറിൻ, നീ തെറ്റിദ്ധരിച്ചതാണ് എന്ന്. കാത്തറിൻ അയാളുടെ ചെവിക്ക് പിടിച്ച് തിരിച്ച് വഴക്കു പറഞ്ഞ് അവിടെ നിന്നും കൂട്ടിക്കൊണ്ടുപോയി. ഇതേ സമയം അരിയൻ വിനോദിന്റെ കടുത്ത നിർബന്ധത്തിന് വഴങ്ങി പേടിയോടെയും വിറയലോടെയും മാത്തൻ സ്പായിലേക്ക് വരുന്നു. വിനോദ് പുറത്തിരിക്കുന്നു. മാത്തനെ റിയയുടെ റൂമിലേക്കാണ് വിടുന്നത്. ആദ്യമായി ഒരു സ്പായിൽ കയറിയ മാത്തൻ അവിടുത്തെ എയർ കണ്ടീഷണറിന്റെ തണുപ്പിലും മങ്ങിയ വെളിച്ചത്തിലും പകച്ചു നിൽക്കുന്നു. റിയ വന്ന് മാത്തനോട് ഷർട്ട് ഊരി ബെഡിൽ കിടക്കാൻ ആവശ്യപ്പെടുന്നു. മാത്തന്റെ ശരീരം വിറക്കുന്നുണ്ടായിരുന്നു. റിയ വളരെ പ്രൊഫഷണലായി എന്നാൽ അതീവ ശാന്തമായി മാത്തന്റെ ശരീരത്തിൽ ഓയിൽ തേച്ച് മസാജ് ചെയ്യാൻ തുടങ്ങുന്നു. ജീവിതത്തിൽ ഇന്നേ വരെ ഒരു സ്ത്രീയുടെ സ്പർശനമോ സ്നേഹമോ അറിഞ്ഞിട്ടില്ലാത്ത മാത്തൻ ആ അനുഭവം പുതിയൊരു ലോകം തുറന്നു നൽകുന്ന പോലെയായിരുന്നു. റിയയുടെ കൈകളുടെ ചൂടും അവൾ നൽകുന്ന ആശ്വാസവും മാത്തന്റെ മനസ്സിനെ പൂർണ്ണമായി മാറ്റുന്നു. മസാജിനിടയിൽ റിയ അവനോട് വിശേഷങ്ങൾ ചോദിക്കുന്നു. അവളുടെ ആ സൗമ്യമായ പെരുമാറ്റം മാത്തനെ അവളിലേക്ക് അടുക്കാൻ മാത്രം പ്രേരിപ്പിച്ചു. മസാജ് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ മാത്തൻ ഒരു പുതിയ മനുഷ്യനായി മാറിയിരുന്നു. ഈ സമയം സ്പായുടെ മറ്റൊരു വശത്തുള്ള VIP റൂമിൽ സാറയുടെ അടുത്തേക്ക് ഡോക്ടർ ഹർഷനന്ദൻ എന്ന കസ്റ്റമർ വരുന്നു. അയാൾ സമൂഹത്തിൽ വലിയ പദവിയുള്ള ഒരു ഡോക്ടറാണ്. എന്നാൽ അയാളുടെ മാനസികാവസ്ഥ വളരെ വിചിത്രമായിരുന്നു. റൂമിലെത്തിയ ഉടൻ അയാൾ തന്റെ ബാഗിൽ നിന്നും മെഴുകുതിരികളും ഒരു ചെറിയ വടിയും പുറത്തെടുക്കുന്നു. ഡോക്ടർ ഹർഷനന്ദൻ ജാറയോട് പറയുന്നു, എന്റെ ഭാര്യ എന്നെ ഇട്ടുപോയി. എനിക്കിപ്പോൾ മാനസികമായി വലിയ സങ്കടമുണ്ട്. അത് മാറണമെങ്കിൽ എനിക്ക് ശാരീരികമായി വേദന അനുഭവപ്പെടണം. നീ ആ മെഴുകുതിരി കത്തിച്ച് അതിന്റെ മെഴുകി എന്റെ പുറത്തൊഴിക്കണം. ഈ വടി കൊണ്ട് എന്നെ അടിക്കണം. സാറ ഭയന്നു പോകുന്നു. ഒരു ഡോക്ടറുടെ ഉള്ളിലെ ഈ സൈക്കോ സ്വഭാവം കണ്ട് അവൾ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്നു. അയാൾ പറഞ്ഞ പോലെ എല്ലാം അവൾ ചെയ്തു കൊടുത്തു. അവിടെ മറ്റൊരു കസ്റ്റമർ എത്തുന്നുണ്ട്. അത് മറ്റാരുമല്ല, നമ്മൾ സിനിമയുടെ തുടക്കത്തിൽ കണ്ട ആ മാന്യനായ കുടുംബനാഥൻ രാകേഷ്. അയാൾ ആകെ ഒരു വെപ്രാളത്തിലായിരുന്നു. ഭാര്യ ബ്യൂട്ടി പാർലറിൽ കയറിയ സമയം മക്കളെ കാറിലിരുത്തിയാണ് അയാൾ വന്നത്. അയാൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും മസാജ് വേണമെന്ന് പറയുന്നു. രാകേഷിന്റെ അടുത്തേക്ക് റിയയാണ് വരുന്നത്. എന്നാൽ അയാൾക്ക് മസാജിനൊന്നും സമയമില്ല, ഹാപ്പി എൻഡിങ് മാത്രം മതി എന്ന് പറയുന്നു. റിയ ആദ്യം തന്നെ അത് ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞു. കാശ് തന്നതല്ലേ, ചെയ്തു തരണമെന്ന് പറയുന്നു. അങ്ങനെ അയാൾ അവിടെ കിടന്ന് റിയയെ കുറെ ചീത്ത വിളിച്ചു. ദേഷ്യം വന്ന റിയ അയാൾക്ക് വയറു നിറച്ചു കൊടുത്തു. സ്പായിൽ നിന്നും വീട്ടിലെത്തിയെങ്കിലും മാത്തൻ റിയയെ മനസ്സിൽ നിന്നും മാറ്റാൻ കഴിയുന്നില്ല. തടിമില്ലിൽ ജോലി ചെയ്യുമ്പോഴും കിടക്കുമ്പോഴും റിയയുടെ മുഖം മാത്രമാണ് അയാളുടെ മനസ്സിൽ. അവളെ ആ സാഹചര്യത്തിൽ നിന്നും രക്ഷിക്കണമെന്ന് വലിയൊരു ആഗ്രഹം അയാളിൽ ജനിക്കുന്നു. അടുത്ത ദിവസം മാത്തൻ വിനോദില്ലാതെ ഒറ്റയ്ക്ക് സ്പായിലേക്ക് തിരിച്ചെത്തുന്നു. അയാൾ നേരെ റിയയുടെ റൂമിലേക്ക് കയറുന്നു. റിയ മാത്തനെ കണ്ട് അത്ഭുതപ്പെടുന്നു. മാത്തൻ, റിയ, എനിക്ക് നിന്നെ മറക്കാൻ പറ്റുന്നില്ല. നീ എന്തിനാണ് ഈ നരകത്തിൽ കിടന്ന് കഷ്ടപ്പെടുന്നത്? ആളുകൾ നിങ്ങളെക്കുറിച്ച് എന്തൊക്കെയാണ് പറയുന്നത്? എനിക്ക് നാട്ടിൽ സ്വന്തമായ വീടുണ്ട്, സ്ഥലമുണ്ട്, പശുക്കളുണ്ട്. നീ എൻ്റെ കൂടെ പോരെ, നമ്മൾ കല്യാണം കഴിച്ച് ജീവിക്കും. നീ എൻ്റെ വീട്ടിലിരുന്ന് എൻ്റെ അമ്മയെ നോക്കിയാൽ മതി എന്നൊക്കെ പറയുന്നു. മാത്തന്റെ വാക്കുകൾ കേട്ട് റിയ ആദ്യം ഒന്ന് ഞെട്ടിയെങ്കിലും പിന്നീട് അവളുടെ മുഖം ഗൗരവമുള്ളതായി മാറി. അവൾ അവളുടെ കൈകൾ സാവധാനം മാത്തന്റെ കൈകളിൽ നിന്നും മാറ്റുന്നു. റിയ പറയുന്നു, മാത്തൻ ചേട്ടാ, നിങ്ങൾക്ക് തെറ്റി. ഞാൻ ഈ ജോലി ചെയ്യുന്നത് ആരുടെയും നിർബന്ധം കൊണ്ടല്ല. എനിക്ക് എന്റെ കുടുംബം നോക്കണം, അനിയനെ പഠിപ്പിക്കണം. ഈ ജോലി ചെയ്ത് മാന്യമായി കിട്ടുന്ന പണം കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. പിന്നെ നിങ്ങൾ പറഞ്ഞത് കേട്ട് ഞങ്ങളെ രക്ഷിക്കാൻ ഞങ്ങൾക്ക് ഇവിടെ ഒരു കുഴപ്പവുമില്ല. നിങ്ങൾ കാണിച്ച സ്നേഹം ഞാൻ കസ്റ്റമറോട് കാണിക്കുന്ന വെറും മാന്യത മാത്രമാണ്. എനിക്ക് നിങ്ങളോട് പ്രണയമൊന്നുമില്ല എന്ന് പറയുന്നു. പക്ഷേ റിയ, ഈ സൊസൈറ്റി നിങ്ങളെ കാണുന്നത് മറ്റൊരു കണ്ണിലൂടെയാണെന്ന് മാത്തൻ പറയുമ്പോൾ, സൊസൈറ്റിയോ? ഏതാണ് ഈ സൊസൈറ്റി? പകൽ സമയത്ത് വലിയ മാന്യന്മാരായി നടന്നിട്ട് രാത്രി ഈ സ്പായുടെ വാതിൽക്കൽ വന്ന് ഹാപ്പി എൻഡിങ് ചോദിക്കുന്നവരും ഞങ്ങളെ ഉപദേശിക്കാൻ വരുന്നവരും അടങ്ങുന്നതല്ലേ ഈ സൊസൈറ്റി? ആ സൊസൈറ്റിയുടെ സർട്ടിഫിക്കറ്റ് എനിക്ക് ആവശ്യമില്ല എന്ന് റിയ പറയുന്നു. പുറം ലോകത്തിന്റെ കപടമാന്യതയുടെ മുഖം മൂടിയാണ് റിയ അവിടെ അഴിച്ചു കാണിക്കുന്നത്.
അതേസമയം മറ്റൊരു റൂമിൽ തന്യയുടെ അടുത്തേക്ക് ഒരു ആർട്ടിസ്റ്റ് വരുന്നു. അയാൾ മറ്റു കസ്റ്റമർമാരെ പോലെ ശാരീരിക സുഖം തേടിയല്ല വന്നത്. അയാൾ തന്യയോട് പാട്ട് പാടാൻ ആവശ്യപ്പെടുന്നു. തന്യ മനോഹരമായി പാടുമ്പോൾ അയാൾ അവളുടെ മനസ്സിന്റെ ഭംഗിയും കഷ്ടപ്പാടുകളും തിരിച്ചറിഞ്ഞു അവളുടെ ഒരു മനോഹരമായ പോർട്രേറ്റ് സ്കെച്ച് വരച്ച് അവൾക്ക് സമ്മാനമായി നൽകുന്നു. ആ ജോലിയിലും വലിയ മാനസിക മൂല്യങ്ങൾ ഉണ്ടെന്ന് ആ രംഗം കാണിച്ചു തരുന്നു. അടുത്തതായി ആദ്യമായി അവിടെ ഒരു ലേഡി കസ്റ്റമർ വരുന്നുണ്ട്. അവർ മുംബൈയിൽ നിന്നുമാണെന്ന് പറയുന്നു. അവരെ മസാജ് ചെയ്യാനായി തന്നെയാണ് വരുന്നത്. അവർ രണ്ടുപേരും ഹിന്ദിയിലാണ് സംഭാഷണങ്ങളൊക്കെ നടക്കുന്നത്. അടുത്തതായി വന്ന കസ്റ്റമർ ഒരു കില്ലറായിരുന്നു. സാറയാണ് അയാളെ മസാജ് ചെയ്യാൻ എത്തിയത്. അവരുടെ രണ്ടുപേരുടെയും മസാജ് നടക്കുന്നതിനിടയിൽ മാത്തൻ വീണ്ടും വരുന്നു. അയാൾക്ക് വീണ്ടും റിയയെ കാണണം. റിയയെ അവിടെ നിന്ന് കൊണ്ടുപോകണം എന്ന് ഉറപ്പിച്ചാണ് അയാൾ വന്നിരിക്കുന്നത്. മാത്തന്റെ പിറകെ വരുന്നത് സൂണനാണ്. ആൾ ഭയങ്കര വെപ്രാളത്തിലാണ്. ആളുടെ എന്തോ വിലപ്പെട്ടതെന്തോ അവിടെ മറന്നു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാണ് ആൾ വന്നത്. റിസപ്ഷനിസ്റ്റിൻ്റെ കൂടെ പോയി അയാളെ മസാജ് ചെയ്ത റൂമിൽ അയാൾ ഒരുപാട് നേരം തിരഞ്ഞു. അങ്ങനെ അയാൾക്ക് ആ വിലപ്പെട്ട സാധനം കിട്ടി. അയാളുടെ ജെട്ടിയായിരുന്നു അവിടെ മറന്നിട്ട് പോയത്. ഇതില്ലാതെ വീട്ടിൽ ചെന്നാൽ ഭാര്യ കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ ബെറ്റിയോട് പറഞ്ഞതെല്ലാം കള്ളമാണെന്ന് അവിടെ വെച്ച് മനസ്സിലാകുന്നു. മാത്തൻ അവിടെ എല്ലാ മുറികളിലും ചെന്ന് വാതിൽ മുട്ടാൻ തുടങ്ങി. റിയയെ വിളിക്കാൻ തുടങ്ങി. വാതിൽ മുട്ടുന്ന ശബ്ദം കേട്ട് ആ സംവിധായകൻ പോലീസാണെന്ന് പേടിച്ച് ആ റൂമിലെ ബാത്റൂമിൽ കയറി ഒളിച്ചു. റിയ ചെന്ന് വാതിൽ തുറന്നു. മാത്തൻ വീണ്ടും റിയയെ പിടിച്ച് വലിക്കാൻ തുടങ്ങി. എൻ്റെ കൂടെ വാ എന്ന് പറഞ്ഞിട്ട്. റിയ അയാളെ കുറെ ചീത്ത വിളിച്ചെങ്കിലും അയാൾക്ക് കാര്യം മനസ്സിലായില്ല. മാത്തൻ വാതിലുകൾ മുട്ടുന്നതിനിടയിൽ ആ കില്ലറിൻ്റെ മുറിയും തൊട്ടപ്പുറത്തുള്ള ആ ലേഡിയുടെ മുറിയും മുട്ടിയിരുന്നു. അവർ രണ്ടുപേരും കതക് തുറന്നതും അവർ തമ്മിൽ കണ്ടുമുട്ടി. അവർ രണ്ടും ഒരു പഴയ ശത്രുക്കളായിരുന്നു. മാത്രമല്ല അതിനിടയിൽ മറ്റൊരു ട്വിസ്റ്റ് കൂടെ ഉണ്ടാകുന്നുണ്ട്. നമ്മുടെ സാറ ആളും ഒരു പ്രൊഫഷണൽ കില്ലർ തന്നെ ആയിരുന്നു. ആളുടെ മെയിൻ ശത്രുവാണ് തൊട്ടപ്പുറത്ത് കിടക്കുന്ന ആ ലേഡി മുംബൈയിൽ നിന്ന് വന്നത്. സാറയുടെ യഥാർത്ഥ പേര് ജെനിഫർ എന്നാണെന്ന് ആ ലേഡിക്കറിയാം. അങ്ങനെ അവർ തമ്മിൽ തോക്കുമായി ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയുള്ള ഈ വെടിശബ്ദങ്ങളും സംഘർഷങ്ങളും കാരണം സ്പായുടെ മാനേജർ പോലീസിനെ വിളിക്കുന്നു. അങ്ങനെ പോലീസ് അവിടെ എത്തുമ്പോഴാണ് ആ രംഗം അവിടെ അവസാനിക്കുന്നത്. അവസാന രംഗത്തിൽ കാണിക്കുന്നത് രാകേഷിനെയും ഫാമിലിയെയുമാണ്. രാകേഷ് റിയയുടെ കയ്യിൽ നിന്നും അടി കിട്ടി ആകെ മുഖത്തൊക്കെ മുറിയും പാടുകളുമാണ്. ഇതെങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ സ്റ്റെയർ കേസിൽ നിന്നും വീണതെന്നാണ് രാകേഷ് വൈഫിനോട് പറഞ്ഞിരിക്കുന്നത്. പെട്ടെന്ന് അയാൾ ഒരു ലൈവ് ന്യൂസ് കേട്ടു. കൊച്ചിയിലെ പ്രശസ്തനായ പാരഡൈസ് സ്പായിൽ വൻ ഷൂട്ടൌട്ട്. അവിടെ അനാശാസ്യ പ്രവർത്തനങ്ങൾ നടന്നിരുന്നതായി പോലീസ് സംശയിക്കുന്നു. അവിടെ വന്നിരുന്ന എല്ലാ കസ്റ്റമർമാരുടെയും CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഇവരെല്ലാവരെയും സ്റ്റേഷനിൽ വിളിപ്പിച്ചു ചോദ്യം ചെയ്യിക്കുമെന്ന്. ഇത് കേട്ട രാകേഷ് പെട്ടെന്ന് വണ്ടിയുടെ ബ്രേക്ക് ചവിട്ടുന്നു. അങ്ങനെയാണ് ഈ സിനിമ അവസാനിക്കുന്നത്.